ഈശോയിൽ പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവം നമ്മെ ഒരു പുതുവെളിച്ചത്തിലേക്ക് ഉണർത്തിയതിനാൽ അവനോടുള്ള സ്തുതിയും ആരാധനയും അർപ്പിക്കുകയാണ്. ഇന്നത്തെ അനുഗ്രഹീത ദിനത്തിൽ സഭയോടൊപ്പം ചേർന്ന് സ്വർണ്ണനാവുകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സഭാപിതാവും മഹാനായ വചനപ്രഘോഷകനുമായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റമിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. തന്റെ തീക്ഷ്ണവും ജീവവാനുമായ പ്രഭാഷണങ്ങളിലൂടെ ദൈവവചനം സാധാരണ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അടിയുറച്ചു പിടിപ്പിച്ചിരുന്ന ഈ മഹാനായ ഇടയന്റെ മധ്യസ്ഥത ഇന്ന് നമുക്ക് പ്രത്യേകമായി അഭ്യർത്ഥിക്കാം. ഇന്നത്തെ വായനകൾ: വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തിമോത്തേയോസിനെ എഴുതിയയച്ച 1-ാം ലേഖനത്തിലെ ഭാഗങ്ങളും, ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നന്മകളാണ് ജീവിതത്തിൽ ഫലമായി പുറത്തു തെളിയുക എന്ന വാസ്തവം ഇവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുറത്തു മാത്രം ഭക്തിപ്രകടനം കാണിക്കുന്നതിനേക്കാൾ ക്രിസ്തുവിൽ ആഴമായി വേരൂന്നിയ ജീവിതമാണ് നിലനിൽക്കുന്നതെന്നും, മണലിന്മേൽ പണിത വീടല്ല, പാറയുടെ മേൽ സ്ഥാപിച്ച ഭവനമാണ് കൊടുങ്കാറ്റുകളെയും പ്രളയങ്ങളെയും ചെറുത്തു നിൽക്കുകയെന്നും വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് 1-ാം വായനയായി സഭ നമ്മേക്കായി അവതരിപ്പിക്കുന്നത് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തിമോത്തേയോസിന് എഴുതിയയച്ച 1-ാം ലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 15 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ്. അവയെ പ്രത്യേകം ശ്രദ്ധയോടെ ശ്രവിക്കാം. പ്രിയങ്ങളെ, എത്ര ആഴമുള്ള സത്യമാണ് അപ്പസ്തോലൻ പൗലോസ് നമ്മോട് തുറന്നു പറയുന്നത്. പാപികളെ രക്ഷിക്കാനാണ് ക്രിസ്തുയേശു ലോകത്തിലേക്ക് വന്നത്. അവരിൽ ഒന്നാമൻ ഞാൻ തന്നെയാണ്. ഈ സമ്മതത്തിന്റെ ഗൗരവം വെറും വാക്കുകളല്ല, മറിച്ച് തന്റെ ഭാവി കാലത്തെ കടുത്ത തെറ്റുകളും ക്രൂരമായ പ്രവൃത്തികളും മറക്കാതെ ദൈവകൃപയുടെ മഹത്വത്തെ തെളിവായി ഉയർത്തിക്കാട്ടുന്ന ഒരു വിനീതമായ സാക്ഷ്യം തന്നെയാണ്. ഒരിക്കൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും സഭയെ നശിപ്പിക്കാനായി ശ്രമിക്കുകയും ചെയ്ത സാവൂൾ, അതേ മനുഷ്യൻ ഇന്ന് ക്രിസ്തുവിന്റെ ശക്തിയാൽ ലോകത്തെ മാറ്റിമറിച്ച മഹാനായ അപ്പസ്തോലനായി മാറിയിരിക്കുന്നു. സ്വന്തം ജീവിതത്തിലെ കറുത്ത അധ്യായങ്ങൾ മറച്ചുവെക്കാതെ അവയെ തന്നെ ദൈവത്തിന്റെ പരിധിയില്ലാത്ത ക്ഷമയുടെ പ്രതീകമായി ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ വിനയം നമ്മെയും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിപ്പിക്കുന്നു. എന്നെപ്പോലെ ഇരുണ്ട വഴികളിൽ നടന്നുപോയ ഒരാളെ ദൈവം മാറ്റിയാൽ നിങ്ങളെയും തീർച്ചയായും മാറ്റും എന്നൊരു മൗന സന്ദേശമാണ് അദ്ദേഹം നമ്മിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെയാണ് ക്രിസ്തുവിന്റെ കൃപ ജീവിതങ്ങളെ പുതുതായി എഴുതുന്നത്, പ്രതീക്ഷയില്ലാത്തിടത്ത് പ്രതീക്ഷയുടെ ദീപം തെളിയിക്കുന്നത്. ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ പഴയ പിഴവുകളും അപര്യാപ്തതകളും മനസ്സിനെ അലട്ടുകയും എനിക്കിനി മാറ്റമുണ്ടാക്കില്ല, ദൈവം എന്നെ ക്ഷമിക്കുമോ എന്ന ചിന്തകളിൽ നിരാശപ്പെടുകയും ചെയ്യാറുണ്ട്. എന്നാൽ പൗലോസ് അപ്പസ്തോലന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് എത്ര വലിയ പാപിയാണെങ്കിലും ദൈവത്തിന്റെ കരുണ എല്ലായ്പ്പോഴും അതിനുമപ്പുറമാണെന്ന സത്യമാണ്. ദൈവം നമ്മുടെ ദുർബലതകളെയും കുറവുകളെയും പോലും തന്റെ കൃപയുടെ മഹത്തായ സാക്ഷ്യങ്ങളാക്കി മാറ്റാൻ കഴിവുള്ളവനാണ്. ഒരിക്കൽ സഭയെ പീഡിപ്പിച്ചിരുന്ന പൗലോസ് തന്നെ ദൈവത്തിന്റെ ശക്തിയാൽ ലോകത്തെ മാറ്റിമറിച്ച അപ്പസ്തോലനായി മാറിയപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം ഇന്നും പ്രത്യാശയുടെ വിളക്കായി. ഇതേ ബോധ്യത്തിന്റെ ആഴത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു ഇന്നത്തെ സുവിശേഷം. ലൂക്കാ എഴുതിയ സുവിശേഷത്തിലെ 6-ാം അധ്യായം 43 മുതൽ 49 വരെയുള്ള വചനങ്ങൾ. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ, നല്ല വൃക്ഷം നല്ല ഫലം മാത്രമേ തരൂ, ചീത്ത വൃക്ഷം ചീത്ത ഫലങ്ങൾ മാത്രമേ കൊടുക്കൂ. അതുപോലെ തന്നെ മനുഷ്യന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന നിക്ഷേപമാണ് അവന്റെ ജീവിതത്തിൽ പുറത്തുവരുന്നത്. നന്മ നിറഞ്ഞ ഹൃദയം നന്മയെ ജനിപ്പിക്കും, തിന്മ നിറഞ്ഞ ഹൃദയം തിന്മയെ കൊണ്ടുവരും. കാരണം അധരം സംസാരിക്കുന്നത് ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ്. പ്രിയങ്ങളെ, യേശുവിന്റെ വചനങ്ങൾ നമ്മെ ഉണർത്തുന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇത്. വായോടെ മാത്രം കർത്താവേ കർത്താവേ എന്ന് വിളിച്ചാലും അവന്റെ വചനങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കാത്തവർക്ക് അതിന് യാതൊരു വിലയുമില്ല.
യേശു പറയുന്നത് തന്റെ വചനം കേട്ടു അതനുസരിച്ച് ജീവിക്കൽ അടിസ്ഥാനം വച്ചു വീടു പണിത മനുഷ്യനെപ്പോലെയാണെന്ന്. പ്രളയം വന്നാലും വെള്ളത്തിന്റെ പ്രഹരം വന്നാലും അത്തരമൊരു ഭവനം അലയുകയില്ല, കാരണം അതിന് ഉറച്ച അടിത്തറയുണ്ട്. മറുവശത്ത് വചനം കേട്ടിട്ടും അത് പ്രാവർത്തികമാക്കാതെ പോകുന്നവർ മണലിൽ വീടു പണിയുന്നവനെപ്പോലെയാണ്. വെള്ളത്തിന്റെ ഒരു അടിയോടെ തന്നെ ആ വീട് ഇടിഞ്ഞു വീഴും, അതിന്റെ നാശം വലുതായിരിക്കും. മരത്തെ അതിന്റെ ഫലങ്ങളാൽ തിരിച്ചറിയുന്നതുപോലെ മനുഷ്യനെ അവന്റെ വാക്കുകളും പ്രവൃത്തികളും വ്യക്തമാക്കുന്നു. അവയെല്ലാം ജനിക്കുന്നിടം നമ്മുടെ ഹൃദയം തന്നെയാണ്. ഹൃദയത്തിൽ എന്താണ് നിക്ഷേപിച്ചിരിക്കുന്നതോ അതാണ് ജീവിതത്തിൽ പുറത്തു തെളിയുന്നത്. നമ്മുടെ ഹൃദയത്തെ ഒരു മനോഹരമായ തോട്ടമായി വിചാരിക്കൂ. ആ തോട്ടത്തിൽ നാം ദിവസവും എന്തു വിത്തുകളാണ് നട്ടുവളർത്തുന്നത്? ജീവിതത്തിന്റെ എല്ലാ വഴികളിലും, വാർത്തകളിലൂടെ, സോഷ്യൽ മീഡിയയിലെ സന്ദേശങ്ങളിലൂടെ, ചുറ്റുമുള്ളവരുടെ വാക്കുകളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് പലവിധ വിത്തുകൾ വീണുകൊണ്ടിരിക്കുന്നു. അസൂയയുടെ വിത്തും വിദ്വേഷത്തിന്റെയും പകയുടെയും വിത്തും. ഹൃദയത്തിൽ ക്ഷമയില്ലാത്തവർക്ക് സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിയില്ല. അസൂയ നിറഞ്ഞവർക്ക് മറ്റൊരാളുടെ വിജയത്തിൽ സന്തോഷം തോന്നുകയുമില്ല. കാരണം അധരം സംസാരിക്കുന്നത് ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നതിൽ നിന്നാണ്. ഇതിനെ മനോഹരമായി വ്യക്തമാക്കുന്ന ഒരു കഥ ധ്യാനഗുരു തന്റെ ശിഷ്യനോട് പറഞ്ഞു. ഒരു ഗ്രാമത്തിൽ 2 അയൽക്കാർ ഉണ്ടായിരുന്നു. ഒരാൾ നിരന്തരം മറ്റേയാളെക്കുറിച്ച് മോശമായി സംസാരിക്കുമായിരുന്നു. എന്നാൽ അവന്റെ അയൽക്കാരൻ എല്ലായ്പ്പോഴും പുഞ്ചിരിയോടെ പെരുമാറി. ഒരു ദിവസം മോശം പറയുന്ന അയാൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിച്ചു. എല്ലാവരും അവനെ വിട്ടുപോയി. എന്നാൽ അവൻ നിരന്തരം മോശം പറഞ്ഞിരുന്ന പ്രിയങ്ങളെ, നാം നമ്മുടെ ഹൃദയത്തെ ഒരു തോട്ടമെന്നോ വീടെന്നോ കരുതി നോക്കിയാൽ അവിടെ നിന്നും പുറത്തുവരുന്ന ഫലങ്ങൾ നമ്മുടെ യഥാർത്ഥ നില വെളിപ്പെടുത്തുന്നതാണ്. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരുടെ മനസ്സിൽ മുറിവുണ്ടാക്കുകയാണോ, അനീമൻ ആശ്വാസവും ശക്തിയും പകരുകയാണോ എന്നത് തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ നില വ്യക്തമാക്കുന്നു. ഇതേ സന്ദർഭത്തിലാണ് യേശു ചോദിക്കുന്നത്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുമ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പാക്കുന്നില്ലെങ്കിൽ അതിനെന്തർത്ഥമുണ്ട്? ഇത് വെറും പുറത്തുള്ള ഭക്തിപ്രകടനങ്ങൾക്ക് നേരെയുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലാണ്. ആരാധന, പ്രാർത്ഥന, ഗാനങ്ങൾ, കാലാവസ്ഥ നല്ലപ്പോൾ രണ്ടും സുരക്ഷിതമായി തോന്നി. എന്നാൽ പ്രളയവും കൊടുങ്കാറ്റും വന്നപ്പോൾ വ്യത്യാസം വ്യക്തമായി. ഉറച്ച അടിസ്ഥാനമുണ്ടായ വീടാണ് മാത്രം നിലനിന്നത്. യഥാർത്ഥത്തിൽ ആ പാറയാണ് യേശുവിന്റെ വചനങ്ങളനുസരിച്ച് ജീവിക്കുന്നത്. ജീവിതത്തിലെ കുടുംബ പ്രശ്നങ്ങളോ, സാമ്പത്തിക സംഘർഷങ്ങളോ, ബന്ധങ്ങളിലെ വിഷമങ്ങളോ, ഏതു വെല്ലുവിളിയും വന്നാലും അവയെ എങ്ങനെ നേരിടുന്നു എന്നതാണ് നമ്മുടെ അടിത്തറയുടെ ശക്തി വെളിപ്പെടുത്തുന്നത്. വചനാനുസൃതമായി ജീവിക്കുന്നത് എളുപ്പമല്ല. അത് ത്യാഗവും സഹിഷ്ണുതയും ആവശ്യപ്പെടുന്നു. ക്ഷമിക്കാൻ പ്രയാസമുള്ളവരെ ക്ഷമിക്കുക. സത്യം പറയാൻ ബുദ്ധിമുട്ടുള്ളപ്പോഴും സത്യം നിലനിർത്തുക. സ്വന്തം പ്രിയങ്ങളെ, വചനം കേട്ടിട്ടും തന്റെ ഇഷ്ടം പോലെ ജീവിക്കുന്നവൻ മണലിൽ വീട് പണിയുന്നവനെപ്പോലെയാണ്. പ്രതിസന്ധികളുടെ കാറ്റും പ്രളയവും വന്നാൽ ആ ജീവിതം തകർന്നടിയും. കാരണം അവിടെ ഉറച്ച അടിത്തറയില്ല. എന്നാൽ ഇന്നത്തെ വായനകൾ നമ്മോട് നൽകുന്ന സന്ദേശം വ്യക്തവും ശക്തവുമാണ്. 1-ാം വായനയിൽ വിശുദ്ധ പൗലോസ് സ്വന്തം ജീവിതാനുഭവം പങ്കിടുന്നു. ഒരിക്കൽ പാപത്തിന്റെ ഫലങ്ങൾ മാത്രമേ തന്റെ ജീവിതത്തിൽ പ്രകടമായിരുന്നുള്ളൂ. എന്നാൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ, ദൈവവചനത്തെ സ്വീകരിച്ചപ്പോൾ ഹൃദയം പുതുതായി മാറി. അന്നുമുതൽ അവന്റെ ജീവിതം ക്രിസ്തുവെന്ന പാറമേൽ പണിയപ്പെട്ടു.
പീഡനങ്ങളും കഷ്ടപ്പാടുകളും കൊടുങ്കാറ്റുകളുമായി നിറഞ്ഞ ജീവിതത്തിൽ ഇതുതന്നെയാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഭൂതകാലം എത്ര ഇരുണ്ടതായാലും ഇന്നുതന്നെ ദൈവവചനം കേട്ട് ഒരു പുതിയ തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ഹൃദയത്തോട്ടം അവിടുത്തേക്ക് സമർപ്പിക്കാം. അവിടെ വളർന്നിരിക്കുന്ന കളകൾ പറിച്ചെറിഞ്ഞ് സ്നേഹവും കരുണയും വിശുദ്ധിയും നിറഞ്ഞ വിത്തുകൾ നടുവാൻ അവിടുത്തോട് അപേക്ഷിക്കാം. പ്രിയങ്ങളെ, ഈ ആഴ്ച നാം ഒരു ചെറിയ കാര്യത്തിൽ പ്രാവർത്തികമായ മാറ്റം വരുത്താൻ ശ്രമിക്കാം. പലപ്പോഴും നാം കർത്താവേ, കർത്താവേ എന്നു വാക്കുകളിൽ വിളിച്ചാലും ജീവിതത്തിൽ അതനുസരിച്ച് ജീവിക്കാതെ പോകുന്ന മേഖലകളുണ്ടാകാറുണ്ട്. അത് നമ്മുടെ സംസാരത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഇത്തരമൊരു ചെറിയ തീരുമാനവും നമ്മുടെ ജീവിതഭവനം പാറമേൽ സ്ഥാപിക്കുന്ന ഒരു കല്ലായി മാറും. അനവധി നല്ല തീരുമാനങ്ങൾ ചേർന്നാൽ ആ ഭവനം ക്രിസ്തുവിൽ ഉറപ്പുള്ളതും സുരക്ഷിതവുമായിരിക്കും. ഇനി നമുക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഹൃദയം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്നേഹപിതാവേ, ഇന്നത്തെ വചനങ്ങളിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ പൗലോസിനെപ്പോലെ ഞങ്ങളുടെ ദൗർബല്യങ്ങളും പാപങ്ങളും സത്യസന്ധമായി ഏറ്റുപറയാനുള്ള ധൈര്യവും ഞങ്ങളുടെ ഭൂതകാലം ഞങ്ങളെ തടസ്സപ്പെടുത്താതെ അങ്ങയുടെ കരുണയിലാശ്രയിച്ച് മുന്നോട്ടു പോകാനുള്ള ശക്തിയും ഞങ്ങൾക്കു നൽകണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ഹൃദയത്തെ ഒരു തോട്ടമായി കരുതിക്കൊണ്ട് അത് നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടെ വളർന്നു പിടിച്ചിരിക്കുന്ന വെറുപ്പിൻ്റെയും അസൂയയുടെയും മുൾച്ചെടികളും തിന്മയുടെ വിത്തുകളും നീ തന്നെയാണ് പറിച്ചെറിയേണ്ടത്. പകരം സ്നേഹം, സമാധാനം, സന്തോഷം എന്നീ നല്ല ഫലങ്ങൾ നിറഞ്ഞൊരു തോട്ടമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഭക്തിവാക്കുകളിൽ മാത്രം ഒതുങ്ങാതെ നിന്റെ വചനം കേട്ട് അത് ജീവിതത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ജ്ഞാനികളായി ഞങ്ങളെ മാറ്റണമേ. അങ്ങനെ പാറമേൽ വീടു പണിയുന്നവരെപ്പോലെ ഉറച്ചു നിൽക്കാൻ കഴിയട്ടെ. ജീവിതത്തിലെ കാറ്റും പ്രളയവും വന്നാലും നിന്റെ കരങ്ങളിൽ ആശ്രയിച്ച് തളരാതെ മുന്നോട്ടു പോകാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഇപ്പോൾ രോഗത്താൽ വേദനിക്കുന്നവരെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കഴിയുന്നവരെയും കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവരെയും പലവിധ ആവശ്യങ്ങളാൽ അലഞ്ഞുതിരിയുന്ന നിന്റെ മക്കളെയുമെല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. നിന്റെ കരുണയുടെ കൈ അവരെ തൊടുകയും സൗഖ്യവും അനുഗ്രഹവും നൽകുകയും ചെയ്യണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നിനക്കു ഞങ്ങൾ ഹൃദയപൂർവം നന്ദി പറയുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും സമൃദ്ധമായ അനുഗ്രഹങ്ങളാൽ നിറക്കട്ടെ. ആമേൻ.